ഹദീസ് നിഷേധവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചോദിച്ചത് മിണ്ടിയോ? ഹദീസ് നിഷേധം എന്നുള്ള വാക്കെന്നെ പറഞ്ഞില്ല ഇപ്രാവശ്യം. അത് മനഃപൂർവ്വം ഒരു ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹദീസിൻ്റെ വിഷയത്തിലേക്ക് വരാതെ തന്നെ. അതുപോലെ തന്നെ മുൻഗാമികൾ നിഷേധിച്ചതാണ്, മുൻഗാമികൾ വിമർശിച്ചതാണ് ഞങ്ങൾ നിഷേധിച്ചിട്ടുള്ളൂ എന്ന് ജാബിർ റഹ്മാനി ഇവിടെ ആണയിട്ട് ഇവിടെയും എല്ലായിടത്തും നാടുകളെ പറഞ്ഞപ്പോൾ നമ്മൾ ഓരോന്നായി ഇതിനെവിടെയാണ് മുൻഗാമി, ഇതിനെവിടെയാണ് മുൻഗാമി, എവിടെയാണ് മുൻഗാമി ചോദിച്ചിരുന്നു. ജാബിർ റഹ്മാനിക്കത് കേട്ടിട്ടുണ്ട്. സാധു, നിങ്ങൾ ഞങ്ങളെ പ്രസംഗം കേൾക്കുമ്പോഴേ വല്ല DCB ചോദിച്ച് ചോടൊക്കെ ഒന്ന് മാന്തി ക്ലിയർ ആക്കിയിട്ട് കേൾക്കണം. ചോദ്യം മാത്രം കേൾക്കൂലോ അല്ലേ, ബാക്കിയുള്ളതൊക്കെ കേൾക്കും. എവിടെയാണ് നിങ്ങൾ നിഷേധിച്ചതുപോലെയല്ല മുൻഗാമികൾ നിരൂപണം നടത്തിയതെന്ന് ഇവിടെ വെച്ചുകൊണ്ട് 3-ാമത്തെ ഖണ്ഡത്തിലും 4-ാമത്തെ ഖണ്ഡത്തിലും ഒക്കെ ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മിണ്ടിയിട്ടനല്ല. അതുകൊണ്ട് ജാബിർ റഹ്മാനി, അലി മദനി ഇതൊക്കെ ഒന്ന് മിണ്ടണം. ഇതിനാണ് ഖണ്ഡന പ്രസംഗം എന്ന് പറയാം. ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ ഉത്തരം പറയുന്നു, ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ഉത്തരം പറയുന്നു. അപ്പോൾ ആളുകൾ കൃത്യമായി വിഷയം പഠിക്കും. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഖണ്ഡന പ്രസംഗത്തിലൂടെ ഈ പരപ്പനങ്ങാടി ഖണ്ഡനത്തിലൂടെ തന്നെ ഒരുപാട് ആളുകൾ ഹക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പല അനുയായികളും ഇന്ന് ഞങ്ങളുടെ പരിപാടിയിൽ കൃത്യമായി കൊണ്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഖബറുൽ ആഹാദ് കാര്യമായി എല്ലാ സ്ഥലത്തും പറഞ്ഞിരുന്ന കാര്യമാണ്. ഖബറുൽ ആഹാദ് അഖീദക്ക് പറ്റില്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ സംസാരത്തിൽ വളരെ കൃത്യമായി എന്താണ് ഇമാം കർമാനി പറഞ്ഞതെന്നും നിങ്ങൾ കാട്ടിയ കോട്ടിമാട്ടുകൾ എന്താണെന്നും വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഒരക്ഷരം ഖബറുൽ ആഹാദ് എന്നുള്ള വാക്കൻ അലിമദിനി പറഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തിനാണ് കൂട്ടരെ പിന്നെ നിങ്ങളിവിടെ ഈ ഇസ്ലാഹി സംഗമം പറഞ്ഞ സമാജം നടത്താൻ വരുന്നിവിടെ? ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ഉണ്ടെന്ന് പറയും. അല്ലെങ്കിൽ ഇതിന് ഞങ്ങൾക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞോളൂ. അതാളുകൾ മനസ്സിലാക്കട്ടെ. ആളുകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇനിയോ ചേകനൂരിസം, അതുപോലെ തന്നെ സഹാബി വിമർശനത്തൊന്നും മിണ്ടാട്ടില്ല. മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? മാലക്കും ലാ തൻതിഖൂൻ. അല്ല ചങ്ങായിമാരെ, നിങ്ങളെന്താ മിണ്ടാത്തത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹങ്ങളൊക്കെ ഇതാക്കിയിട്ട് വലിയവൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇബ്രാഹിം നബി ചോദിച്ച ചോദ്യമുണ്ട്, മാലക്കും ലാ തൻതിഖൂൻ. നിങ്ങൾ എന്താണോ ഒരു മറുപടിയും പറയാത്തത്, എന്താ മിണ്ടാത്തത്? ആ ഇബ്രാഹിം നബി ചോദിച്ച ചോദ്യം മർക്കസ് ദേവക്കാരുടെ പരപ്പരങ്ങളെങ്കിൽ ചോദിക്കേണ്ടി വരികയാണ്. മാലക്കും ലാ തൻതിഖൂൻ. എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്?